ഹായ് ഡിയേഴ്സ്, ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയ റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു ഹെൽത്തി റാഗി ഉണ്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര കഴിച്ചാലും നമുക്കിത് ഒരു ദോഷവും ചെയ്യില്ല. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്ത് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ സോഫ്റ്റായി നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചാൽ നമുക്കിത് സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മളിവിടെ ഒരു മുറിയോളം തേങ്ങ ചിരവിയിട്ടുണ്ട്. ആ ചിരവിയ തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് നുറുക്കിയത് ഇതിലേക്കിടാം. നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. നെയ്യ് പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് അവിൽ ചേർക്കേണ്ടതുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വലിയ സ്പൂണോളം അവിൽ ചേർക്കാം. ഇവിടെ തേങ്ങയാണ് അധികം ചേർത്തിട്ടുള്ളത്, അവിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം കറുത്ത എള്ള് ചേർക്കാം. അതും ഇതിനോടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര അരിഞ്ഞത് ചെറുതാക്കി പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. ശർക്കരക്ക് പകരം പഞ്ചസാര ആയാലും മതിയാകും. ഒക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കടലപ്പൊട്ടുകൾ, പരിപ്പ് കടല പൊട്ടുകളാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. മറ്റേ കടല നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അച്ചിലിട്ടാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ അതിൽ പുരട്ടിയതിന് ശേഷം കയ്യിലിട്ട് ഷേപ്പാക്കിയാലും മതി. ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഇതെടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അവിൽ തേങ്ങ മിക്സ് ഇതിലേക്കിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. 1 കപ്പ് റാഗിപ്പൊടി കൊണ്ട് നമുക്കിങ്ങനെ 10ഓളം ബോൾസുകൾ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണിത്. നമ്മളെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ഇഡ്ഡലി ചെമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഓരോ ഉരുള ഇതിലേക്ക് വെക്കാം. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം 10 മിനിറ്റോളം മതിയാകും. നമുക്ക് ഈ റാഗി ഉണ്ടകൾ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി പാത്രത്തിലേക്ക് മാറ്റാം. റാഗി ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഇഷ്ടമായി പോകും. റാഗിപ്പൊടി ഇങ്ങനെ ആവിയിൽ വേവിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉത്തമ ഗുണമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. റാഗിപ്പൊടി നാം അറിയാതെ കഴിച്ചു പോകും. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തിയായ ഒരു പലഹാരമാണിത്. ഇവിടെ നമുക്ക് 10 റാഗി ഉണ്ടകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണിത്. മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.